ഇസ്രാ മേറാജിൽ നിന്ന് സത്യവിശ്വാസികൾക്ക് ഉൾക്കൊള്ളാവുന്ന പാഠം എന്താണ് എന്നത് പല പണ്ഡിതന്മാരും ചർച്ച ചെയ്തതായി നമുക്ക് കാണാം. ഇന്നുപോലും മനുഷ്യന് ചെന്നെത്താൻ കഴിഞ്ഞിട്ടില്ലാത്ത ആകാശലോകത്തിന്റെ അപ്പുറത്തേക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കൊണ്ടുപോവുകയും പലതരത്തിലുള്ള അത്ഭുതങ്ങളും ആയാത്തുകളും അല്ലാഹു സുബ്ഹാനഹു വ തആല കാണിച്ചു കൊടുക്കുകയും ചെയ്തു എന്നുള്ളത് അല്ലാഹു നബിക്ക് കാണിച്ചു കൊടുത്ത ആയത്തുകളെ സംബന്ധിച്ചുള്ള ഒരു യാത്രയാണ്. അതുകൊണ്ട് തന്നെ സത്യവിശ്വാസികളായ ആളുകൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ കണ്ട കാര്യങ്ങൾ നമുക്ക് കാണാൻ സാധിച്ചിട്ടില്ലെങ്കിലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അറിയിച്ചു തന്ന അത്തരം ആയാത്തുകൾ സത്യസന്ധനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വാക്കിലൂടെ നമുക്ക് ലഭിച്ചതുകൊണ്ട് അവ മനസ്സിലാക്കുകയും വിശ്വസിക്കുകയും അങ്ങനെ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ദൃഷ്ടാന്തങ്ങൾ മനസ്സിലാക്കി അവനിലേക്ക് അടുക്കാനുള്ള ഒരു സന്ദർഭമായി ഇതിനെ ഉപയോഗപ്പെടുത്തുകയും ചെയ്യും എന്നതാണ് ഒന്നാമതായി നമ്മൾ മനസ്സിലാക്കേണ്ടത്. സൂറത്തു ഇസ്രായിലെ ഒന്നാമത്തെ ആയത്ത് തന്നെ ഇതുമായി ബന്ധപ്പെട്ടതാണ്. എന്തിനാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കൊണ്ടുപോയത് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല ആ ആയത്തിൽ പറയുന്നു, ലിനുരിയഹു മിൻ ആയാതിന. നമ്മുടെ ആയത്തുകളിൽപ്പെട്ട ചില കാര്യങ്ങൾ നബിക്ക് നാം കാണിച്ചു കൊടുക്കുന്നതിന് വേണ്ടിയാണ് എന്നാണ് ആ ആയത്തിൽ വ്യക്തമായി അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞിട്ടുള്ളത്. എല്ലാ ആയാത്തുകളും എന്ന് ഈ പറഞ്ഞതിനർത്ഥമല്ല, മിൻ ആയാതിന, നമ്മുടെ ആയാത്തുകളിൽപ്പെട്ട ദൃഷ്ടാന്തങ്ങളിൽപ്പെട്ട ചിലത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് കാണിച്ചു കൊടുക്കാൻ. അപ്പൊ നബിക്ക് അല്ലാഹുവിൽ വിശ്വസിച്ച് അല്ലാഹുവിലേക്ക് ക്ഷണിക്കുന്ന നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സാധാരണ ആളുകൾക്ക് കാണാനോ മനസ്സിലാക്കാനോ പറ്റാത്ത ചില ആയാത്തുകൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ഒന്നുകൂടി മാനസികമായും വിശ്വാസപരമായും കരുത്ത് നൽകുന്നതിന് വേണ്ടിയാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല കൊണ്ടുപോയിട്ടുള്ളത്. ഇതിലൂടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് അല്ലാഹുവിന്റെ കഴിവ് എന്ന് പറയുന്നത് നമ്മുടെ റബ്ബായ അല്ലാഹു നമുക്ക് ഊഹിക്കാൻ പോലും കഴിയാത്ത കാര്യങ്ങൾ ചെയ്യാൻ കഴിവുള്ളവനാണ് എന്നതാണ്. വിശുദ്ധ ഖുർആനിലെ 35ഓളം ആയത്തുകളിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല അല്ലാഹു അലാ കുല്ലി ഷൈഇൻ ഖദീർ, അല്ലാഹു എല്ലാറ്റിനും കഴിവുള്ളവനാകുന്നു എന്ന് സൂചിപ്പിച്ചത് നമുക്ക് കാണാൻ സാധിക്കും. ഒരുപാട് പറഞ്ഞ ആയത്തുകളുടെ അവസാനത്തിൽ അതിന്റെ തൊട്ടു മുമ്പുള്ള പദങ്ങളിൽ വ്യത്യാസമുണ്ടാകാം. ഇന്നല്ലാഹ എന്നോ അന്നല്ലാഹ എന്നോ പല രീതിയിലുണ്ടാകാം. പക്ഷെ അലാ കുല്ലി ഷൈഇൻ ഖദീർ, അല്ലാഹു അലാ കുല്ലി ഷൈഇൻ ഖദീർ, അല്ലാഹു എല്ലാറ്റിനും കഴിവുള്ളവനാണ് എന്നത് ഇത്ര തവണ 35ഓളം തവണ ആയത്തുകളുടെ അവസാനത്തിൽ സൂചിപ്പിച്ചിട്ടുണ്ട്. ഇതല്ലാതെ അല്ലാഹു കഴിവുറ്റവനാണ് എന്നത് അല്ലാഹുവിന്റെ വിശേഷണമായി വേറെ പല വിശേഷണങ്ങളിലൂടെയും സൂചിപ്പിച്ചതും നമുക്ക് കാണാൻ സാധിക്കും. അതുകൊണ്ട് ഇതൊന്നും ഒരു സാധ്യമല്ലാത്ത കാര്യമാണ് എന്ന് ഒരു വിശ്വാസിക്ക് സംശയിക്കാൻ സാധിക്കുകയില്ല. മറിച്ച് എല്ലാറ്റിനും കഴിവുള്ളവനായ അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ അടിമകളിൽ ശ്രേഷ്ഠനായ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് മറ്റാർക്കും കാണിച്ചു കൊടുക്കാത്ത ചില ആയാത്തുകൾ കാണിച്ചു കൊടുത്തിട്ടുണ്ട്. ഇതല്ലാതെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അറിയിച്ചു തന്നതിലൂടെയും വിശുദ്ധ ഖുർആനിലൂടെയും ഹദീസിലൂടെയും മനസ്സിലാക്കാൻ പറ്റുന്ന ആയാത്തുകളെ ഉൾക്കൊള്ളുക എന്നതാണ്